പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞ ഒരു ഭാഗം വളരെ പ്രസക്തമാണ്. നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വേണ്ടത്ര ലോകത്തിന് മുൻപിലേക്ക് എത്തുന്നില്ല. അത് അങ്ങ് പറഞ്ഞ ഭാഗം ശരിയാണ്. ഇപ്പൊ ഞങ്ങൾ മറ്റു റോഡ് ഷോയിലേക്ക് പോകുമ്പോൾ അവരും പറയും ഇത്രയും മാറിയിരിക്കുന്നു കേരളം. നമുക്കിപ്പോ റാങ്കിങ്ങിൽ തന്നെ ഒന്നാമത് വന്നു. അത് അംഗീകരിക്കപ്പെട്ട നേട്ടമാണ് ഗവൺമെന്റിന്റെ. പക്ഷെ അത് നമുക്ക് വേണ്ടത്ര ഇതിലേക്ക് വരുന്നില്ല. ഇപ്പോ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് നമ്മൾ ചർച്ച ചെയ്ത് നടപ്പിലാക്കിയ നയം ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് 30 സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകാൻ കഴിയും. ഒറ്റ വർഷത്തിൽ 30 സ്വകാര്യ വ്യവസായ പാർക്കുകൾ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ബില്ലിനകത്ത് ഒരു വ്യവസ്ഥ തന്നെ അവരുടെ കൂടെ അഭിപ്രായം പരിഗണിച്ചിട്ട് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ഓരോ പാർക്കിനും നമ്മൾ നൽകുന്നുണ്ട്. ആ പാർക്കിൽ നിലവിലുള്ള നിയമത്തിൽ നമ്മൾ പാർക്ക് ബോർഡ് രൂപീകരിക്കുമ്പോൾ ഈ എസ്റ്റേറ്റ് ആരംഭിക്കുന്നവർക്ക് സേ ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ സിഇഒക്ക് കൂടി പെർമനന്റ് ഇൻവൈറ്റ് ആക്കുന്ന ഭേദഗതിയാണ് നമ്മളിപ്പോ കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ, ഇപ്പൊ പാലക്കാടാണ് ആദ്യം ഉദ്ഘാടനം ചെയ്തത്, ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പ് തന്നെ ആ മേഖല ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന നോട്ടിഫിക്കേഷനും ആ പാർക്കിന് വേണ്ടി രൂപീകരിക്കുന്ന സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ രണ്ടും അവിടെ വെച്ച് തന്നെ കൈമാറി. ഇതാണ് ഇപ്പൊ ഞങ്ങൾ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഇത് രണ്ടും കൈമാറുന്നുണ്ട്. നല്ല രീതിയിൽ വരുന്നുണ്ട്. നമ്മളെല്ലാവരും അവരവരുടെ മണ്ഡലത്തിൽ ഒരു പാർക്കെങ്കിലും വേണം എന്ന രീതിയിൽ മുൻകൈ എടുത്താൽ 10-15 ഏക്കറിനിടയിൽ സ്ഥലം കണ്ടെത്താവുന്ന ഒത്തിരിയേറെ ഇടങ്ങളുണ്ടാവും. അവിടുത്തെ സംരംഭകരെ കൂട്ടി യോജിപ്പിച്ചാൽ അവർക്കുള്ള സൗകര്യം നമ്മുടെ കിൻഫ്ര പോലെ KSIDC ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് അതേ സ്റ്റാറ്റസ് ആയിരിക്കും. അപ്പൊ അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇളവുകളും ഈ പാർക്കിൽ ലഭിക്കും. അപ്പൊ എല്ലാ മണ്ഡലത്തിലും നമ്മുടെ MLA മാർ തീരുമാനിച്ച് ഒരു 10 ഏക്കറിനും 15 ഏക്കറിനിടയിൽ സ്ഥലം, അല്ലെങ്കിൽ 5-നും 10-നും ഇടയിലാണ് ഈ STFO. അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വ്യവസായം കൊണ്ടുവരാം. അവിടുത്തെ സംരംഭകർക്ക് തന്നെ മുൻഗണന കൊടുക്കാം. അപ്പോ നല്ല മാറ്റം ഉണ്ടാക്കാൻ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകേണ്ടതുണ്ട്.